ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറയുന്നില്ല, ആൻസർ ഞാൻ അവസാനം തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻസ് വെൻ ഡിഡ് യു ഗെറ്റ് അപ്പ് യെസ്റ്റർഡേ. ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻസ് വെൻ ഡിഡ് യു ഗെറ്റ് അപ്പ് യെസ്റ്റർഡേ. ഡയറക്റ്റ് ഫോമാണ്, അതിനെ ഇൻഡയറക്റ്റ് ഫോമിലേക്ക് മാറ്റണം. ഇതിൻ്റെ മുമ്പ് നമ്മൾ ഡയറക്റ്റ് ഫോം ഇൻഡയറക്റ്റ് ഫോമിൻ്റെ ക്ലാസ് തന്നിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ കഴിയൂ. ഓക്കെ, അപ്പോൾ ആൻസർ ഞാൻ അവസാനം തരാം. ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ മാത്രം വായിക്കുന്നുള്ളൂ. ആൻസർ നിങ്ങൾ കണ്ടെത്തുക. അവസാനം നിങ്ങൾക്ക് ആൻസർ ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷീ സെഡ് ടു ഹിം വൈ ഡോണ്ട് യു ഗോ ടുഡേ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഷീ സെഡ് ടു ഹിം വൈ ഡോണ്ട് യു ഗോ ടുഡേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡോണ്ട് ഓവർ ഈറ്റ് സെഡ് ദ ഡോക്ടർ ടു ദ പേഷ്യൻറ്റ്. ഡോണ്ട് ഓവർ ഈറ്റ് സെഡ് ദ ഡോക്ടർ ടു ദ പേഷ്യൻറ്റ്. കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, ഇതിന് മുമ്പ് ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഇവിടെ വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുക. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഫോർത്ത് ക്വസ്റ്റ്യൻ, രവി where is my book. Find out the correct reported speech. രവി where is my book. അതിൻ്റെ കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് താഴത്തെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിലുണ്ട്. അപ്പോൾ WH കൊണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എഴുതുക. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. KSRTC സ്റ്റോർ കീപ്പറിൽ 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 100-200 ക്വസ്റ്റ്യൻ നമുക്കിങ്ങനെ ചെയ്യാം. ആൻസർ അവസാനം തരാം. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് കമല സെഡ് ഐ ആം ലേറ്റ്. കമല സെഡ് ഐ ആം ലേറ്റ്. ഐ ആം ലേറ്റ് എന്നതിൻ്റെ ഇൻഡയറക്റ്റ് ഫോം എന്താണ്? ഇത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ NCA 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് കമല സെഡ് ഐ ആം ലേറ്റ്. കറക്റ്റ് ഫോം 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ അതൊന്ന് എടുത്ത് എഴുതുക. ഓക്കെ, ഇതിന് മുമ്പ് 3-4 ക്ലാസ്സിലായിട്ട് ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെയും ക്ലാസ് തന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകില്ല. അതുപോലെ തന്നെ കോൺകോഡ് ഞാൻ മുന്നേ ചെയ്തിരുന്നു, അതും കൂടി നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, ടീച്ചർ സെഡ് ടു ജാക്ക്. ടീച്ചർ സെഡ് ടു ജാക്ക് don't be late again tomorrow. Teacher said to Jack, don't be late again tomorrow. Choose the suitable sentence in indirect speech. ഡോണ്ടിലാണ് തുടങ്ങുന്നത്. ഡോണ്ടിൽ തുടങ്ങിയാൽ എങ്ങനെയാകുന്നില്ലത് പ്രത്യേകം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ സെഡ് ടു ജാക്ക് ഡോണ്ട് ബി ലേറ്റ് അഗൈൻ ടുമോറോ എന്നതിൻ്റെ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം എടുത്ത് എഴുതുക. 4 ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കറക്റ്റ് എഴുതുക. ഇത് 2016 ബീറേജ് LDCയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, സോൾവഡ് ആണ്. ഇതിൻ്റെ 4 ഓപ്ഷൻ ശ്രദ്ധിക്കുക. അതായത് ഡോണ്ടിൽ തുടങ്ങുന്ന വാക്ക് എങ്ങനെയാണ് ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരിക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ 4 ഓപ്ഷൻ ഞാൻ വായിച്ചു തരാം. ടീച്ചർ സെഡ് ടു ജാക്ക് ദാറ്റ് ഡോണ്ട് ബി ലേറ്റ് അഗെയിൻ ദ നെക്സ്റ്റ് ഡേ. ഫസ്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ബി, ടീച്ചർ വാണ്ടഡ് ടു ജാക്ക് ദാറ്റ് നോട്ട് ടു ബി ലേറ്റ് അഗെയിൻ ടുമോറോ. ഓപ്ഷൻ സി, ടീച്ചർ വാണ്ട് ജാക്ക് നോട്ട് ടു ബി ലേറ്റ് അഗെയിൻ ദ നെക്സ്റ്റ് ഡേ. ഓപ്ഷൻ ഡി, ടീച്ചർ ടോൾഡ് ജാക്ക് നോട്ട് ടു ബി ലേറ്റ് അഗെയിൻ ടുമോറോ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, കറക്റ്റ് ആൻസർ എടുത്തെഴുതുക. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ടീച്ചർ സെഡ് ടു ജാക്ക് ഡോണ്ട് ബി ലേറ്റ് അഗെയിൻ ടുമോറോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഷീ സെഡ് ആർ യു റെഡി. ഷീ സെഡ് ആർ യു റെഡി. VO ഗ്രേഡ് 2 റൂറൽ ഡെവലപ്മെൻറ്റ് 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഷീ സെഡ് ആർ യു റെഡി. ഇതൊരു ഓക്സിലറി വെർബ് കൊണ്ട് ആരംഭിച്ചതാണ്, ആർ എന്നുള്ളത്. ആർ യു റെഡി. അങ്ങനെ ഓക്സിലറി വെർബ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ക്ലാസ് നമ്മൾ മുമ്പ് തന്നിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക. അപ്പോൾ ആർ യു റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ, രാഹുൽ സെഡ് ഐ ആം ആംഗ്രി. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. രാഹുൽ സെഡ് ഐ ആം ആംഗ്രി. രാഹുൽ പറഞ്ഞു ഐ ആം ആംഗ്രി, ഞാൻ ആംഗ്രി ആണെന്ന്, ദേഷ്യത്തിലാണെന്ന്.
ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഇതിനെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുക. ഓപ്ഷൻ 4 തന്നിട്ടുണ്ട്. രാഹുൽ സെഡ് ദാറ്റ് ഹീ ഈസ് ആംഗ്രി, രാഹുൽ സെഡ് ദാറ്റ് ഹി വാസ് ആംഗ്രി, രാഹുൽ സെഡ് ദാറ്റ് ഐ വാസ് ആംഗ്രി, രാഹുൽ സെഡ് ദാറ്റ് ഐ ആം ആംഗ്രി. ഏതാണ് കറക്റ്റ് ആൻസർ എങ്കിൽ കറക്റ്റ് ആൻസർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആൻസർ അവസാനം തരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പു സെഡ് മൈ ടീച്ചർ ഡ്രൂ ദ പിക്ചർ. മൈ ടീച്ചർ ഡ്രൂ ദ പിക്ചർ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. LDC വേരിയസ് തമിഴ് ആൻഡ് മലയാളം 2016. അപ്പു പറഞ്ഞു മൈ ടീച്ചർ ഡ്രൂ ദ പിക്ചർ. എൻ്റെ ടീച്ചറാണ് ആ പിക്ചർ വരച്ചതെന്ന്. അപ്പോൾ ഇതിന് ടെൻസിൽ വരുന്ന മാറ്റം കൂടി ശ്രദ്ധിക്കുക. ഡ്രൂ എന്നുള്ളത് സിമ്പിൾ പാസ്റ്റാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിന് നമ്മൾ എങ്ങോട്ടും മാറ്റണം എന്നുള്ളത് കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9 ക്വസ്റ്റ്യൻ ചെയ്തു. 10ാമത്തെ ക്വസ്റ്റ്യൻ. ദേവനാരായണ ആസ്ക്ഡ് ദ ബോയ്. ദേവനാരായണൻ ആസ്ക്ഡ് ദ ബോയ് ഡാഷ്. ഓപ്ഷൻ വാട്ട് വാസ് ഹി ഡൂയിങ്, വാട്ട് ഹി വാസ് ഡൂയിങ്, വാട്ട് ഹി ഡിഡ്, വാട്ട് ഹി വുഡ് ഡൺ. ഏതാണ് കറക്റ്റ് ആൻസർ? അതായത് ക്വസ്റ്റ്യനും ആൻസറും 2 ദിശയിലാണ്. ക്വസ്റ്റ്യൻ മുകളിലുണ്ട്. ദേവനാരായണൻ ആസ്ക്ഡ് ദ ബോയ് ഡാഷ്. ലാബ് അസിസ്റ്റൻറ്റ് KHSE 2014 ചോദിച്ച ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11. ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ സെൻറ്റൻസ് വെർ ഈസ് മൈ അംബർല. ജോൺ ആസ്ക്ഡ് ഹിസ് മദർ. ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ സെൻറ്റൻസ് വെർ ഈസ് മൈ അംബർല. ജോൺ ആസ്ക്ഡ് ഹിസ് മദർ. ജോണിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് എവിടെയാണ് എൻ്റെ കുട എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെ എഴുതാമെന്നുള്ളത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ എടുത്തുകൊണ്ട് നിങ്ങൾ എഴുതുക. നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു പെന്നും ബുക്ക് കൊടുത്ത് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെ ചെയ്യുക. നിങ്ങൾ ഓപ്ഷൻ അടയാളപ്പെടുത്തിയാൽ മതി. പൗസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ. ടോം ആസ്ക്ഡ് ദ സ്ട്രേഞ്ചർ. ടോം ആസ്ക്ഡ് ദ സ്ട്രേഞ്ചർ വേർ ഡിഡ് യു ഗോ. Tom asked the stranger, where did you go? The sentence can be reported as Tom asked the stranger dash. Assistant Salesman Civil Supplies Corporation 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ എടുത്ത് എഴുതാൻ നോക്കുക. ഓക്കെ, ടോം ആസ്ക്ഡ് ദ സ്ട്രേഞ്ചർ ഡാഷ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. പേഷ്യൻ്റ് ടു ഡോക്ടർ. ക്യാൻ ഐ ടേക്ക് സോളിഡ് ഫുഡ്. പേഷ്യൻ്റ് ടു ഡോക്ടർ. Can I take solid food? The reported form of the above sentence is. മുകളിലത്തെ സെൻറ്റൻസിൻ്റെ റിപ്പോർട്ടഡ് ഫോം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. LD ക്ലർക്ക് 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2014 LD ക്ലർക്കിലൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്. പേഷ്യൻ്റ് ടു ഡോക്ടർ. ക്യാൻ ഐ ടേക്ക് സോളിഡ് ഫുഡ്. ദ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദ എബോവ് സെൻറ്റൻസ് ഈസ് ഡാഷ്. 4 ഓപ്ഷൻ ഉണ്ട്, കണ്ടെത്തുക. ഓക്കെ, അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. രാജു ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് ടു ഗോ ഹോം ദാറ്റ് ഡേ. രാജു ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് ടു ഗോ ഹോം ദാറ്റ് ഡേ. സർജൻ NCA 2015 ചോദിച്ച ക്വസ്റ്റ്യൻ. ദ ലേഡി ടു ദ തീഫ്. പ്ലീസ് ഡോണ്ട് കിൽ മീ ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. പ്ലീസ് ഡോണ്ട് കിൽ മീ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുക. ദ ലേഡി ടു ദ തീഫ്. പ്ലീസ് ഡോണ്ട് കിൽ മീ. VO ഗ്രേഡ് 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16. ആർ ദ ഡോർസ് ഓപ്പൺ ഹി സെഡ്. ആർ ദ ഡോർസ് ഓപ്പൺ ഹി സെഡ് ഈസ് ദി ഡയറക്റ്റ് സ്പീച്ച് ഓഫ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം എഴുതുക. എന്തിൻ്റെ ഡയറക്റ്റ് സ്പീച്ചാണ് ഇതെന്ന് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഇൻഡയറക്റ്റ് ഫോം നിങ്ങൾ എഴുതണം. ഫോറസ്റ്റ് ഗാർഡ് 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആർ ദ ഡോർസ് ഓപ്പൺ ഹി സെഡ്. ഓക്കെ, അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ഹി സെഡ് ഐ ഷാൾ കം. ഹി സെഡ് ഐ ഷാൾ കം. ദിസ് ക്യാൻ ബി റീറൈറ്റ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ആസ്. വുമൺ പോലീസ് കോൺസ്റ്റബിൾ NCA 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഹി സെഡ് ഐ ഷാൾ കം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഹി വിൽ സേ ഐ ആം നോട്ട് വെൽ. ഹി വിൽ സേ ഐ ആം നോട്ട് വെൽ. വിച്ച് among the following options is true when the above sentence is converted into indirect speech? കറക്റ്റ് ആൻസർ
എടുത്തെഴുതുക. ആൻസർ എല്ലാം അവസാനം തരാം. ഓക്കെ, ഹി വിൽ സേ ഐ ആം നോട്ട് വെൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 19ാമത്തെ ക്വസ്റ്റ്യൻ. മിസ്റ്റർ ജോർജ് ആസ്ക്ഡ് ഹർ വൈ ഷീ ഡാഷ് ഫോർ യെസ്റ്റർഡേസ് പ്രസൻറ്റേഷൻ. മിസ്റ്റർ ജോർജ് ആസ്ക്ഡ് ഹർ വൈ ഷീ ഡാഷ് ഫോർ യെസ്റ്റർഡേസ് പ്രസൻറ്റേഷൻ. SI എക്സൈസ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ജയിലിൽ 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 20ാമത്തെ ക്വസ്റ്റ്യൻ. ദ മാൻ എൻക്വയർഡ് വേർ ഡാഷ്. ദ മാൻ എൻക്വയർഡ് വേർ ഡാഷ്. അടുത്ത ക്വസ്റ്റ്യൻ 21. The stranger said to me. The stranger said to me, which is the shortest route to the railway station? The stranger said to me, which is the shortest route to the railway station? Turn to indirect speech. Indirect speechലേക്ക് മാറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ 22. Turn the following into direct form. Turn the following into direct form. Keats wrote, a thing of beauty is joy forever. Keats wrote, a thing of beauty is a joy forever. 23ാമത്തെ ക്വസ്റ്റ്യൻ. Ravi said, I am going back next week. Ravi said, I am going back next week. ഇത് ഡയറക്റ്റ് ആണ്. അതിൻ്റെ ഇൻഡയറക്റ്റ് ഫോം നിങ്ങൾ എടുത്ത് എഴുതുക. 23ാമത്തെ ക്വസ്റ്റ്യൻ. രവി സെഡ് ഐ ആം ഗോയിങ് ബാക്ക് നെക്സ്റ്റ് വീക്ക്. ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ നോക്കി ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ 24. ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യൻറ്റ്, ഡിഡ് യു ഈറ്റ് എനിത്തിങ് ദിസ് മോർണിംഗ്? ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യൻറ്റ്, ഡിഡ് യു ഈറ്റ് എനിത്തിങ് ദിസ് മോർണിംഗ്. റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുക. ഡയറക്റ്റാണ്, അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുക. 25ാമത്തെ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാനാണ്. വെർ ആർ യു ഗോയിങ് ആസ്ക്ഡ് ദ പോലീസ്മാൻ. വെർ ആർ യു ഗോയിങ് ആസ്ക്ഡ് ദ പോലീസ്മാൻ. ക്വസ്റ്റ്യനാണ്, WH കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് WH കൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കണ്ടതിന് ശേഷം ചെയ്യാം. 26th 26ാമത്തെ ക്വസ്റ്റ്യൻ. റിപ്പോർട്ട് ദ ഫോളോയിങ്. ആർ യു പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എനി ഓഫ് ദ ഐറ്റംസ്? അരുൺ ആസ്ക്ഡ് നീന. ആർ യു പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എനി ഓഫ് ദ ഐറ്റംസ്? അരുൺ ആസ്ക്ഡ് നീന. കറക്റ്റ് ആൻസർ എടുത്തെഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ 27. 27ാമത്തെ ക്വസ്റ്റ്യൻ. കാൾ ദ വിറ്റ്നസ് സെഡ് ദ ജഡ്ജ്. കാൾ ദ വിറ്റ്നസ് സെഡ് ദ ജഡ്ജ്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക. കാൾ ദ വിറ്റ്നസ് സെഡ് ദ ജഡ്ജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28. ഹാവ് യു റെഡ് ഒതല്ലോ? ഹാവ് യു റെഡ് ഒതല്ലോ? ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്. ഹാവ് യു റെഡ് ഒതല്ലോ? ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്. ദ റിപ്പോർട്ടഡ് ഫോം ഈസ് ഡാഷ്. ഇതിൻ്റെ റിപ്പോർട്ടഡ് ഫോം ഏതാണ്? കൊല്ലം ആലപ്പുഴ ജില്ലയിൽ 2014 വിയോൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 29. 29ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇൻഡയറക്റ്റ് form of the sentence. How did you solve this problem? The teacher asked the girl is. How did you solve this problem? The teacher asked the girl is dash. Next question 30. She asked me why I dash her sister the previous day. She asked me why I dash her sister the previous day. 31ാമത്തെ question 31. Mary asked John whether he dash Hamlet. Mary asked John whether he dash Hamlet. LDC by transfer 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ കൊണ്ട് തന്നിട്ടുണ്ട്. ഹാഡ് റെഡ്, ഹാസ് റെഡ്, ഹാഡ് ബീൻ റെഡ്, റീഡ്. കറക്റ്റ് ഏതാണെങ്കിൽ അതെടുത്ത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് suitably. Raju said that they dashed the bag. Raju said that they dashed the bag. കറക്റ്റ് ആൻസർ എടുത്തെഴുതുക. ഇതും വിയോയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഹി സെഡ് ഹാപ്പി ന്യൂ ഇയർ. ഹി സെഡ് ഹാപ്പി ന്യൂ ഇയർ. ആൻസർ എഴുതേണ്ടത് ഹി വിഷ്ഡ് മീ ഡാഷ്. ഹി വിഷ്ഡ് മീ ഡാഷ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എടുത്തെഴുതുക. ഹി വിഷ്ഡ് മീ
ബാക്കിയുള്ളത് എടുത്തെഴുതുക. ഡാഷ്. 34 34 യു ഡാഷ് ബ്രിങ് യുവർ നോട്ട് ബുക്ക് ദ ടീച്ചർ ഓർഡേഡ്. യു ഡാഷ് ബ്രിങ് യുവർ നോട്ട് ബുക്ക് ദ ടീച്ചർ ഓർഡേഡ്. കറക്റ്റ് ആൻസർ എടുത്ത് എഴുതുക. വിൽ, മസ്റ്റ്, ഷാൾ, മേ ഏതാണെങ്കിൽ അത് കറക്റ്റ് എഴുതുക. യു ഡാഷ് ബ്രിങ് യുവർ നോട്ട് ബുക്ക് ദ ടീച്ചർ ഓർഡേഡ്. 35 മീനു സെഡ് മൈ മദർ സാങ് വെൽ. മീനു സെഡ് മൈ മദർ സാങ് വെൽ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. LDC വേരിയസിൽ അതുപോലെ തന്നെ VOയിലും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് 2014. 36 റിപ്പോർട്ട് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. രാജു ആസ്ക്ഡ് ക്യാൻ ഐ ഹെൽപ്പ് യു. രാജു ആസ്ക്ഡ് ക്യാൻ ഐ ഹെൽപ്പ് യു. ഓക്സിഡറി വെർബായിട്ടുള്ള ക്യാൻ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതണമെന്ന് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ക്യാൻ ഐ ഹെൽപ്പ് യു. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഐ വിൽ കം ടു യുവർ പാർട്ടി ടുമാറോ. ഐ വിൽ കം ടു യുവർ പാർട്ടി ടുമാറോ. ജൂനിയർ അസിസ്റ്റൻറ്റ് ഫോം മാറ്റിങ്സ് 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഐ വിൽ കം ടു യുവർ പാർട്ടി ടുമാറോ. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. അടുത്ത 38ാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് ദ ഗാർഡ്സ് ബി ആംഡ്. ഹി ഓർഡേഡ്. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ലെറ്റ് ദ ഗാർഡ്സ് ബി ആംഡ്. ഹി ഓർഡേഡ്. ലെറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ എഴുതണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത 39. സെലക്ട് ദ സൂട്ടബിൾ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്. സെലക്ട് ദ സൂട്ടബിൾ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്. ഹാവ് യു ടേക്കൺ യുവർ അംബ്രല്ല വിശാൽ. മദർ ആസ്ക്ഡ്. ഹാവ് യു ടേക്കൺ യുവർ അംബ്രല്ല വിശാൽ. മദർ ആസ്ക്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14 റിപ്പോർട്ട് ചെയ്യാനാണ്. ഈസ് യുവർ ബുക്ക് ഓൺ ഷേക്സ്പിയർ. ഹി ആസ്ക്ഡ് ഹെർ. ഈസ് യുവർ ബുക്ക് ഓൺ ഷേക്സ്പിയർ. ഹി ആസ്ക്ഡ് ഹെർ. സെക്രട്ടറി അസിസ്റ്റൻറ്റ് 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഈസ് യുവർ ബുക്ക് ഓൺ ഷേക്സ്പിയർ. ഹി ആസ്ക്ഡ് ഹെർ. 41 റിപ്പോർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ്. റിപ്പോർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ്. ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് മിൽക്ക്. സെഡ് saw me to the villagers. Bring me a glass of milk, said saw me to the villagers. 41. അടുത്ത 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മഞ്ജു says I like playing games. മഞ്ജു says I like playing games. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാൻ. മഞ്ജു says I like playing games. ജൂനിയർ അസിസ്റ്റൻ്റ് ആൻഡ് ക്യാഷ്യറിൽ കാസർഗോഡ് 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. അടുത്ത 43. വൈ ആർ യു ലേറ്റ്. ഹി ആസ്ക്ഡ് മീ. വൈ ആർ യു ലേറ്റ്. ഹി ആസ്ക്ഡ് മീ. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് പോലീസ് 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. വൈ ആർ യു ലേറ്റ്. ഹി ആസ്ക്ഡ് മീ. 43. അടുത്ത 44ാമത്തെ ക്വസ്റ്റ്യൻ. വൈൽ ചേഞ്ചിങ് ഹി സെയ്സ് ഹി വാസ് റെഡി. വൈൽ ചേഞ്ചിങ് ഹി സെയ്സ് ഹി വാസ് റെഡി. ഇൻറ്റു ഇൻഡയറക്റ്റ് സ്പീച്ച് വി ഗെറ്റ് ഡാഷ്. അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കിയാൽ നമുക്ക് എന്താ കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വൈൽ ചേഞ്ചിങ് ഹി സെയ്സ് ഹി വാസ് റെഡി. അടുത്ത 45. ദ ടീച്ചർ ടോൾഡ് മീ ദാറ്റ് ഷീ ഡാഷ്. ദ ടീച്ചർ ടോൾഡ് മീ ദാറ്റ് ഷീ ഡാഷ്. ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ നോക്കി എഴുതുക. ഓക്കെ 45. അടുത്ത 46 ആണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ. ഐ സോ ദിസ് കാർ ഹിയർ എ വീക്ക് എഗോ. ഷീ സെഡ് ഐ സോ ദിസ് കാർ ഹിയർ എ വീക്ക് എഗോ. ഷീ സെഡ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. ഷീ സെഡ് ദാറ്റ് ഡാഷ്. അപ്പോൾ കറക്റ്റ് ആൻസർ എടുത്ത് എഴുതുക. ഐ സോ ദിസ് കാർ ഹിയർ എ വീക്ക് എഗോ. ഷീ സെഡ്. ഷീ സെഡ് ദാറ്റ് ഡാഷ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 47. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹീ സെഡ് പ്ലീസ് ലെറ്റ് മീ ഗോ. ഹീ സെഡ് പ്ലീസ് ലെറ്റ് മീ ഗോ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. 47ാമത്തെ ക്വസ്റ്റ്യൻ. ഹീ സെഡ് പ്ലീസ് ലെറ്റ് മീ ഗോ. അടുത്തത് 48. 48. ബഗർ സെഡ് ടു രാമു. ബഗർ സെഡ് ടു രാമു ഗീവ് സം വാട്ടർ. Beggar said to Ramu, give some water. The reported form of the above sentence is dash. LDC ഇടുക്കിയിൽ 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്.
48. അടുത്ത 49. Fill in the blanks with correct reported speech. Fill in the blanks with correct reported speech. Rani asked the girl dash. Rani asked the girl dash. LDC Malappuram 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. റാണി ആസ്ക്ഡ് ദ ഗേൾ ഡാഷ്. അടുത്ത ക്വസ്റ്റ്യൻ 50ാമത്തെ ക്വസ്റ്റ്യൻ. ഡോണ്ട് സ്ലീപ്പ് ലേറ്റ് ആൻഡ് മിസ് ദ ബസ്. ഡോണ്ട് സ്ലീപ്പ് ലേറ്റ് ആൻഡ് മിസ് ദ ബസ് സെഡ് മിസ്റ്റർ വർമ്മ. ഡോണ്ട് സ്ലീപ്പ് ലേറ്റ് ആൻഡ് മിസ് ദ ബസ് സെഡ് മിസ്റ്റർ വർമ്മ. ചൂസ് ദ കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച്. LDC കോഴിക്കോട്. 51ാമത്തെ ക്വസ്റ്റ്യൻ. ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്. ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ഡാഷ് മേക്ക് നോയ്സ്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഡു നോട്ട്, ഷുഡ് നോട്ട്, നോട്ട് ടു, ഡസ് നോട്ട്. ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ഡാഷ് മേക്ക് നോയ്സ്. കറക്റ്റ് ആൻസർ എടുത്ത് എഴുതുക. 52. ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഓഫ് ഹീ സെഡ് ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. ഹീ സെഡ് ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. അതിൻ്റെ കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 52ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 53. 53. മൈ മദർ ആസ്ക്ഡ് മീ ഡാഷ് ഐ ഹാഡ് നോട്ട് ഫിനിഷ്ഡ് ദി വർക്ക്. മൈ മദർ ആസ്ക്ഡ് മീ ഡാഷ് ഐ ഹാഡ് നോട്ട് ഫിനിഷ്ഡ് ദി വർക്ക്. വെദർ, വെൻ, ഹൗ, വൈ. 4 ഓപ്ഷൻ. വെദർ, വെൻ, ഹൗ, വൈ. LDC വയനാട് 2013. 54. ഹീ സെഡ് ഐ ബോട്ട് എ ഹൗസ് ഇൻ മുംബൈ. He said, I bought a house in Mumbai. The indirect speech of the sentence is dash. LDC ആലപ്പുഴ 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. The indirect speech of the sentence is He said, I bought a house in Mumbai. Next question 55. Point out the error part in. ഇതിൽ തെറ്റുള്ളൊരു ഭാഗം കണ്ടുപിടിക്കാനാണ്. He told me that I am an intelligent girl. He told me that I am an intelligent girl. He told me that I am an intelligent girl. ഏതാണ് റോങ്? 56. The lady said, I saw the culprit. The lady said, I saw the culprit. Change into reported speech. LDC തൃശ്ശൂർ 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. The lady said, I saw the culprit. Change into reported speech. അടുത്തത് 57ാമത്തെ ക്വസ്റ്റ്യൻ. 57. The correct indirect speech of the sentence. The correct indirect speech of the sentence. I said to Hari, why are you lazy? I said to Hari, why are you lazy? Correct answer എഴുതുക. അടുത്ത 58. Raju informed me. Raju informed me dash. Fireman trainees മെയിൽ വാർഡൻ കണ്ണൂർ 2012 ചോദിച്ചതാണ്. ഫയർമാൻ ട്രെയിനി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് മെയിൽ വാർഡൻ കണ്ണൂർ 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. രാജു ഇൻഫോംഡ് മീ ഡാഷ്. 59. രാകേഷ് സെഡ് ദാറ്റ് ഹി ഡാഷ് ബി ഗോയിങ് ഹോം ദ ഫോളോയിങ് ഡേ. രാകേഷ് സെഡ് ദാറ്റ് ഹി ഡാഷ് ബി ഗോയിങ് ഹോം ദ ഫോളോയിങ് ഡേ. ലാബ് അസിസ്റ്റൻ്റ് ഗ്രേഡ് 2011. വിൽ വുഡ് ഈസ് മേ. വിൽ വുഡ് ഈസ് മേ. അടുത്ത ക്വസ്റ്റ്യൻ 60. ദ ഗേൾ ഡാഷ് ദ സെയിൽസ്മാൻ ദാറ്റ് ദ ബുക്സ് വെർ കോസ്റ്റ്ലി. ദ ഗേൾ ഡാഷ് ദ സെയിൽസ്മാൻ ദാറ്റ് ദ ബുക്സ് വെർ കോസ്റ്റ്ലി. കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഇത് സെഡ്, ആസ്ക്ഡ്, ടോൾഡ്, ടെല്ല്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 61. He told me that he dash resign next month. He told me that he dash resign next month. Shall, can, will, would. Shall, can, will, would. കറക്റ്റ് ആൻസർ എടുത്ത് എഴുതുക. അടുത്ത 62. 62. Change into indirect speech. Raju asked Ravi, have you seen a picture? Raju asked Ravi, have you seen a picture? LDC by transfer various 2011 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് രാജു ആസ്ക്ഡ് രവി, ഹാവ് യു സീൻ എ പിക്ചർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എടുത്തെഴുത്. എല്ലാത്തിനും ഓപ്ഷൻ തന്നിട്ടുണ്ട്.
അടുത്തത് 63 റീറൈറ്റ് ദ സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ബൈ ചൂസിങ് ദി കറക്റ്റ് ആൻസർ. 63 മൈ മദർ റോട്ട് എ ലെറ്റർ ജോൺ സെഡ്. സിമ്പിളാണ്. മൈ മദർ റോട്ട് എ ലെറ്റർ ജോൺ സെഡ്. കറക്റ്റ് ആൻസർ എടുത്ത് എഴുതുക ഓപ്ഷൻ. 64 Raman said, I am eating an orange. Raman said, I am eating an orange. അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ KSRTCയിൽ 2011 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. Raman said, I am eating an orange. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കറക്റ്റ് ആൻസർ ചെയ്യുക. 65 റിപ്പോർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ്. Has your wife gone to school? I asked him. Has your wife gone to school? I asked him. LDC പാലക്കാട് 2011 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇത് ചെറിയ കൺഫ്യൂഷൻ വരും, വേണ്ട, അത് ആൻസർ ചെയ്താൽ മതി. റാണി why were you absent yesterday? റാണി why were you absent yesterday? Teacher said. Teacher asked റാണി why dash. കറക്റ്റ് ആൻസർ എടുത്ത് ചെയ്ത LDC ഇടുക്കി 2011. ടീച്ചർ ആസ്ക്ഡ് റാണി why dash. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 67 ടീച്ചർ ആസ്ക്ഡ് അസ്. ടീച്ചർ ആസ്ക്ഡ് അസ് വൈ ഡാഷ് ഇൻ ദി ക്ലാസ്. ടീച്ചർ ആസ്ക്ഡ് അസ് വൈ ഡാഷ് ഇൻ ദി ക്ലാസ്. LDC തൃശ്ശൂർ 2011 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വി ആർ ടോക്കിംഗ്, വി വർ ടോക്കിംഗ്, വി ഹാവ് ടോക്ക്ഡ്, വെർ വി ടോക്കിംഗ്. 68 നോക്കാം. ഹി ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് വിസിറ്റ് UK നെക്സ്റ്റ് ഇയർ. ഹി ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് വിസിറ്റ് UK നെക്സ്റ്റ് ഇയർ. വിൽ, ക്യാൻ, മേ, വുഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഏതാണെങ്കിൽ അതെടുത്ത് എഴുതുക. 67 68 ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ 69 ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ഡാഷ്. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ഡാഷ്. LDC ആലപ്പുഴയിൽ 2011 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ഡാഷ്. LDC ആലപ്പുഴ 2011. ഓക്കെ, 69 കഴിഞ്ഞു. അടുത്ത് 70ാമത്തെ ക്വസ്റ്റ്യൻ. ഹി റിപ്ലൈഡ് ദാറ്റ് ഹി വിൽ കം വിച്ച് ഈസ് ദി ഇൻകറക്റ്റ് വേർഡ് ഇൻ ദ സെൻറ്റൻസ്. ഹി റിപ്ലൈഡ് ദാറ്റ് ഹി വിൽ കം വിച്ച് ഈസ് ദി ഇൻകറക്റ്റ് വേർഡ് ഇൻ ദി സെൻറ്റൻസ്. LDC PTA 2011 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഹി റിപ്ലൈഡ് കം വിൽ. ഏതാണ് കറക്റ്റ് ആൻസർ എങ്കിൽ അതെടുത്ത് എഴുതുക. അടുത്ത് 71 ദ സ്ട്രേഞ്ചർ ആസ്ക്ഡ് സാറ വേർ ഷീ ഡാഷ്. ദ സ്ട്രേഞ്ചർ ആസ്ക്ഡ് സാറ വേർ ഷീ ഡാഷ്. കറക്റ്റ് ആൻസർ എടുത്ത് എഴുതുക. കൊല്ലം LDCയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് 2011. ദ സ്ട്രേഞ്ചർ ആസ്ക്ഡ് സാറ വേർ ഷീ ഡാഷ്. ലിവ്ഡ്, ലിവ്, ഹാസ് ലിവ്ഡ്, ഹാവ് ലിവ്ഡ്. 72 ഹി ആസ്ക്ഡ് വേർ ഷീ ഡാഷ് ഗോയിങ്. ഹി ആസ്ക്ഡ് വേർ ഷീ ഡാഷ് ഗോയിങ്. LDC തിരുവനന്തപുരം 2011 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഈസ്, വിൽ ബി, ഹാസ് ബീൻ, വാസ്. ഹി ആസ്ക്ഡ് വേർ ഷീ ഡാഷ് ഗോയിങ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. ഇനി ഇതിൻ്റെ ആൻസർ കീ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് ഒത്തു നോക്കുക. എത്ര കറക്റ്റ് ആൻസർ ഉണ്ട്, എത്ര തെറ്റ് ആൻസർ ഉണ്ട് നോക്കുക. അതിൻ്റെ മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മുമ്പ് ഞാൻ 3-4 ക്ലാസ് ഡയറക്റ്റ് സ്പീച്ചിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് വന്ന് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒരു പുകയായിരിക്കും. അത് കണ്ടതിന് ശേഷം മാത്രമേ ചെയ്യുക. അങ്ങനെ അത് കാണുകയും ഇത് ചെയ്യുകയും ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പീച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, റിപ്പോർട്ട് സ്പീച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. 100% നിങ്ങൾക്ക് ഇതിൽ ഫുൾ മാർക്കും നേടാൻ പറ്റും. ഇനി മോസ്റ്റ് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ നിയർലി നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യനൊക്കെ എടുത്ത് ചെയ്യുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.